ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യൂ കേട്ടോ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് സോയ ചങ്ക്സ് വെച്ചിട്ട് ചപ്പാത്തിക്കുള്ള ഒരു കറിയാണ്. അതിനായി ഒരു കപ്പ് സോയ എടുത്തിട്ട് ഒരു ബൗളിലിട്ടിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിർത്തുക കേട്ടോ. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സോയൊക്കെ വെള്ളമൊക്കെ കുടിച്ച് നല്ല വീർത്ത് കുട്ടപ്പനായി ഇരിക്കുന്നുണ്ട് കേട്ടോ. സോ അതിനെല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്ത് വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് അതിനെ ഒന്ന് മിക്സിയിലിടുക. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് പൾസ് ചെയ്യാനേ പാടുള്ളൂ, പേസ്റ്റാക്കരുത്. പിന്നെ ഒരു മിക്സി ജാറിലേക്ക് ഒരു 3-4 പഴുത്ത തക്കാളി എടുത്തിട്ട് അതിനെ നല്ലോണം അരച്ച് പേസ്റ്റാക്കി വെക്കുക കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ അതിലേക്ക് 1 സ്പൂൺ പെരിഞ്ചീരകം. പട്ട, ഗ്രാമ്പൂ ഒക്കെ 2-3 വെച്ച് ഇടുക കേട്ടോ. ഞാനിപ്പോൾ എപ്പോഴും പറയണമുണ്ട്, പിന്നെ ഇപ്പോൾ പറയുന്നില്ല. ഓക്കെ. സോ അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം മൂത്ത് വരുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റുക കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഈ അരച്ച തക്കാളി ജ്യൂസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ജാറ് കഴുകിയ വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നന്നായി ഇളക്കി കൊടുത്ത ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം 1 സ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ച് വയ്ക്കുക കേട്ടോ. ഇതിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് എല്ലാം വരുമ്പോൾ അതിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ സോയ കറി റെഡിയായി. അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് കസ്തൂരി മെത്തിയുടെ ഇല ഇട്ട് കൊടുക്കുക. ഇല്ലാത്തവർ മറ്റേ മല്ലിയില ഇട്ട് കൊടുക്കുക. സോ അടിപൊളി സോയ കീമ കറി റെഡിയാണ് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ കറിയിലേക്ക് പോവുക. അതിനായി 1 തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്രഷ് പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ പച്ചമുളകും ഒക്കെ ഇതെല്ലാം കൂടി നല്ലോണം വൃത്തിയാക്കി നല്ല വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വയ്ക്കുക. അതായത് ടൈം ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളി ഇട്ട് കൊടുത്ത് ഉള്ളി നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 50 ഗ്രാംസ് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായി വഴറ്റുക. എല്ലാം നന്നായി വഴന്നു കഴിഞ്ഞു. അതിനെ ഒരു മിക്സിയിലിട്ട് പേസ്റ്റാക്കി വെക്കുക കേട്ടോ. അതേ പാനാണ് യൂസ് ചെയ്യണത്. അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു പട്ട, ഗ്രാമ്പൂ, പെരിഞ്ചീരകം, ഏലക്ക എല്ലാം കൂടി ഇട്ട് നല്ലോണം മൂപ്പിക്കുക. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളി ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഈ അരച്ച പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും. ഇതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യൂ. വെജിറ്റബിൾ കുറുമ നമുക്ക് പല തരത്തിൽ ഉണ്ടാക്കാം കേട്ടോ. സോ അതിലൊരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. സോ നല്ലൊരു വെജിറ്റബിൾ കുറുമ തയ്യാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി കുക്കിംഗ്.